നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരണം. അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ വലിയ ആഘോഷമാണ് കുംഭകാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് കെട്ടുവൃത്തിയുടെ വലിയ കലാചാര്യതയുടെ ഒക്കെ ഒരു നിരവധിയായ കാര്യങ്ങൾ ദേശത്തോട് ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. കുത്തിവെപ്പ് രാവുകളായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ചെട്ടികുളങ്ങരയിൽ. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രീ പ്രണവൻ ശ്രീകുമാർ, അദ്ദേഹത്തിന് സ്വന്തമായി കുത്തിയോട്ട സമിതിയുണ്ട്, ആഞ്ജനേയ കുത്തിയോട്ട സമിതി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ് ഇത്തവണത്തെ കുത്തിയോട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി? ഈ തവണ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം അംഗീകാരമുള്ള 45 സമിതികളുണ്ട്. അത് അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പാട്ടിൻ്റെയും ചൂടത്തിൻ്റെയും കാര്യത്തിലാണെങ്കിലും മറ്റ് ദക്ഷിണ കേരളത്തിലുള്ള കുത്തിയോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഞാൻ തന്നെ പ്രതിനിധീകരിക്കുന്ന സമിതിയാണ് മറ്റത്തൊക്കെ വേളഞ്ഞാട്ട് ആഞ്ജനേയ കുത്തിയോട്ട സമിതി. ഈ കുത്തിയോട്ട കലാകാരന്മാര് ആ ദിവസങ്ങളിൽ ചുവടുവെക്കണേ വലിയൊരു പരിശീലനത്തിന്റെ ആവശ്യമുണ്ടല്ലേ? അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ഏകദേശം 1 വർഷക്കാലം ഇതിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. പാട്ടിന്റെയും ചൂടിന്റെയും അങ്ങനെ കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമുള്ള ആൾക്കാർ വരെ ഇതിനകത്ത് പ്രാധാന്യം അറിയിക്കുന്ന രീതിയിൽ തന്നെ ചൂടുകൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടിൻ്റെയും അതുപോലെ തന്നെ പാട്ടിൻ്റെയും ആശാന്മാരുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ മുഹത്തുകുമാർ എന്ന് പറഞ്ഞ ചൂടിൻ്റെ ആശാനാണ്. അങ്ങനെ ഏകദേശം 100-ൽ പരം കലാകാരന്മാർ ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചെട്ടുളങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്. 13 കരയിൽ ആസ്പദമാക്കിയാണ് ഈ കുത്തിയോട്ടം നിലനിൽക്കുന്നത്. ഈ ഒരു കുത്തിയോട്ടത്തിന് ഇത്ര ആളുകൾ, ചെവിടുകാർ, അങ്ങനെ ഒരു കണക്കുണ്ടോ? ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമിതികൾ മാത്രമേ ഉള്ളായിരുന്നു, കുറച്ച് ആശാന്മാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 13 കരയുടെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെയേറെ സമിതികൾ, അംഗീകാരമുള്ള സമിതികൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കുത്തിയോട്ടം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓരോ ദിവസവും ഓരോ വർഷവും കുത്തിയോട്ടത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല, എണ്ണം കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് വലിയൊരു ചെലവുള്ള ഒരു സംഭവമാണ് എന്ന് പലർക്കും കേൾക്കുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ നടത്തിയെടുക്കാം അല്ലേ? ഇത് വലിയ ചെലവുള്ള ഒരു കാര്യം അനുഷ്ഠാനമല്ല. ഇനി അനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വലിയ ചെലവുകൾ വരുന്ന അല്ല ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്. അതാണ് ആ കുത്തിയോട്ട വിശേഷങ്ങൾ. വലിയ പ്രധാനപ്പെട്ട ചടങ്ങാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത്. കാലങ്ങൾ നീണ്ട അധ്വാനമുണ്ട്. ഇവിടുത്തെ ഓരോ ചടങ്ങുകൾക്കും ഇപ്പോൾ ഇവിടേക്ക് ഈ കാഴ്ചക്കണ്ടത്തിലേക്കാണ് വൈകുന്നേരത്തോടുകൂടി 13 കരകളിലെ കെട്ടുകാഴ്ചകൾ നിരക്കുക. ഇപ്പോൾ ഈ കാഴ്ചക്കണ്ടം ഏതാണ്ട് പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു. 13 കരകളിലെ ഈ കാഴ്ചകൾ നിരക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംഗതിയാണ്, ഒരു കാഴ്ചയാണ്. ഈരേഴ് വടക്ക്, ഈരേഴ് തെക്ക് തുടങ്ങി 6 കുതിരകൾ, വലിയ മാനമുട്ടെ, അതായത് അമ്പരചുംബികൾ എന്നാണ് ഓണാട്ടുകരക്കാർ വിശേഷിപ്പിക്കുന്നത്. അമ്പരചുംബികളായ 6 കുതിരകൾ, 5ഓളം തേരുകളൊക്കെ വിശിഷ്ടമായ നമ്മുടെ ഈ ബുദ്ധ സംസ്കാരത്തിന്റെയൊക്കെ ഒരു പ്രതിഫലനമായാണ് ഈ കെട്ടുവൃത്തിയൊക്കെ കാണുന്നത്. അതിലൊരു തേരും മറ്റും നമുക്ക് തൊട്ടടുത്തുണ്ട്, അതിലേക്ക് പോകാം, അതിന്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം. ഒപ്പം ഭീമൻ ഹനുമാൻ, അത് ഈ ഭഗവതവുമായി ബന്ധപ്പെട്ടുള്ള ഭീമന്റെ വരവ്, ഒപ്പം ഹനുമാൻ കല്യാണ സൗഗന്ധികം തേടി പോകുന്ന ഹനുമാന്റെ ഒരു രീതി, അങ്ങനെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള കെട്ടുകാഴ്ചകളാണ് ഇവിടെ നിരക്കുന്നത്. അത് പ്രൗഢഗംഭീരമായ കാഴ്ചയാണ്. അത് കാണാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയും അവർ അതിന്റെ ആത്മനിർവൃതിയോടുകൂടി മടങ്ങുകയും ചെയ്യും. രാത്രി മുഴുവൻ ഓണാട്ടുകരക്കാർക്ക് ഉറക്കമില്ലാത്ത ഒരു ദിവസമാണ്. കാരണം ഈ കണ്ടത്തിലെത്തി വൈകുന്നേരത്ത് ഇതിനൊപ്പം ചിലവഴിച്ച് ഈ കാഴ്ചകൾ കണ്ട് ദേവിയെ കണ്ട് തൊഴുത് ഇത് മുഴുവൻ ക്ഷേത്രം തുറന്നിരിക്കുമെന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഉത്സവത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുത്തിയോട്ടം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുത്തിയോട്ടം എന്ന് ചിത്രീകരിക്കാനുള്ള അനുവാദമില്ല. കാരണം അതുപോലെ അതിവിശിഷ്ടമായ ചടങ്ങാണ് നടക്കുന്നത്. ഈ ചൂരൽ മുറിയുക എന്നൊക്കെ പറയുന്നത് ദൈവികമായി ഏറെ പ്രാധാന്യമുള്ള ചടങ്ങാണ്. അതുകൊണ്ട് ക്യാമറകളൊന്നും അവിടെ അലൗഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അല്പം ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്. കാരണം 15ഓളം കുത്തിയോട്ടങ്ങൾ വന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനുള്ള തയ്യാറെടുപ്പുകളും മറ്റും ഇവിടെ കാലങ്ങളായി നടക്കുന്നതാണ്. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ എന്ന ഇവിടുത്തെ ഹിന്ദുമത സംഘടനയാണ് ഇതിന്റെ എല്ലാ മേൽനോട്ടങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ ദേവിയെ കണ്ട് തൊഴുതു മടങ്ങാനായി കാത്തു നിൽക്കുന്ന നിരവധി ആളുകളാണ്. അവരൊക്കെ
കുറെ മണിക്കൂറുകളായി ഇവിടെ കാത്തുനിന്ന് ദർശനം നടത്തി മടങ്ങാനുള്ള ശ്രമത്തിലാണ്. കുറെ നേരമായോ വന്നിട്ട്? ഒരു 1.25 മണിക്കൂർ. നല്ല ക്യൂ ഉണ്ടല്ലേ? അതെ, അവിടുന്ന് തുടങ്ങിയാണ്. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൃഷ്ണപുരം. എല്ലാ വർഷവും കുംഭഭരണി ദിവസം ഇവിടെ എത്താറുണ്ടോ? ശേഷം അവിചാരിതമായിട്ട് ഇത്തവണ വരാൻ പറ്റി. ഇത്തവണ എങ്ങനെയുണ്ട് ക്രമീകരണങ്ങളൊക്കെ? ക്രമീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, 8 വർഷത്തിന് ശേഷം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതിനുണ്ട്. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. എല്ലാ പ്രാവശ്യത്തേക്കാളും കൂടുതൽ തിരക്കാണ്. കണ്ട് തൊഴുതിട്ടേ മടങ്ങുള്ളൂ അല്ലേ? അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിയ ക്യൂ ആണ്. കാരണം മണിക്കൂറുകളായി ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറം വരെ ഈ ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഈ പ്രത്യേക ദിവസമാണ്, ചെട്ടികുളങ്ങരമ്മ ദേവിയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്, ഈ കുംഭമാസത്തിലെ ഈ ദിവസം എന്ന് പറയുന്നത്. അത് കണ്ട് ദേവിയെ കണ്ട് തൊഴുതു മടങ്ങാനുള്ള എല്ലാ തരത്തിലുമാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചെറിയനാട്. കുറെ നേരമായിട്ട് ക്യൂ നിൽക്കുന്നല്ലേ? ആക്ച്വലി ഈ ക്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചാണ്, പക്ഷേ പെട്ടുപോയി. ഇത് പിന്നെ അമ്മേ ശരണം, ദേവി ശരണം. അമ്മയുടെ നാമത്തിൽ എത്ര നേരം ക്യൂ നിന്നാലും ശരി, അത് മതി വരത്തില്ല. ഒപ്പം തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാ അമ്മ ഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു സന്ദർഭത്തിൽ നേരുകയാണ്. ഓക്കെ, എല്ലാ വർഷവും കുംഭഭരണി നാളിൽ വരാറുണ്ടോ? അച്ഛൻ ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. ഇപ്പം കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം വരാറുണ്ട്. ഞങ്ങൾ ദുബൈയിലാണ്. ഇതേമാതിരിയുള്ള ആഘോഷം അവിടെയുണ്ട്. അതുകൂടെ ചെട്ടികുളങ്ങര സംഘടനയുണ്ട്. ചെട്ടികുളങ്ങര ക്യാപ്സ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഇതേപോലെ തന്നെ ഒന്നും അല്ലെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ അവിടെ ആഘോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. അതാണ് ഈ ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ. നേരത്തെ പറഞ്ഞ ചെട്ടികുളങ്ങരക്കാർക്ക് ഈ ഓണാഘോഷത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുംഭഭരണി. അവരുടെ ഓണാഘോഷം കൂടിയാണ് ഈ ഭരണി നാൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ദിവസം അവർ ഏത് ഭാഗത്തായാലും അവർ ഈ നാട്ടിലെത്തുകയും കുംഭഭരണി ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഓണത്തിന് പോലും നാട്ടിലെത്താത്ത ഓണാട്ടുകരക്കാർ പലരും എത്തുന്നത് ഈ ദിവസമാണ്. അവർ അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തും. ലീവ് വേണമെങ്കിൽ ലീവ്, ആ കാര്യങ്ങൾ ശരിയാക്കും. മറ്റു കാര്യങ്ങൾ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് മിക്ക ഓണാട്ടുകരക്കാരും എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വളരെ